പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം ഓണറേറിയം വർധനവ് ഉൾപ്പെടെയുള്ള ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 266 ദിവസം നീണ്ടുനിന്ന ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് നവംബർ 1. കേരളപ്പിറവി ദിനം സമാപിച്ചു. ഫെബ്രുവരി 10 ആരംഭിച്ച ഈ ചരിത്രപരമായ സമരം, സംസ്ഥാന ആരോഗ്യ മേഖലയിലെ വനിതാ പ്രവർത്തകരുടെ അവകാശ പോരാട്ടത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. സമാപനവും പ്രഖ്യാപനവും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ പ്രവർത്തകർ പങ്കെടുത്ത മഹാപ്രതിജ്ഞാ റാലിയോടെയാണ് സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ റാലി ഉദ്ഘാടനം ചെയ്തു. സമരം അവസാനിപ്പിച്ചെങ്കിലും പോരാട്ടം അവസാനിച്ചിട്ടില്ലെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ (KAHWA) നേതാക്കൾ വ്യക്തമാക്കി. ആവശ്യപ്പെട്ട പ്രധാന ആനുകൂല്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ സമരം ജില്ലാ, പ്രാദേശിക തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് തീരുമാനം. സമരവിജയങ്ങൾ: 21,000 രൂപ ഓണറേറിയം, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം തുടങ്ങിയത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഈ പ്രധാന നേട്ടങ്ങളാണ് സമരത്തിന് താൽക്കാലിക വിരാമമിടാൻ കാരണം. മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർധിപ്പിച്ചു. തടഞ്ഞുവെച്ച ഓണറേറിയം കുടിശ്ശിക വിതരണം ചെയ്തു. ഓണറേറിയം ലഭിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന മാനദണ്ഡങ്ങളും 62 വയസ്സിൽ വിരമിക്കൽ നിർബന്ധമാക്കിയുള്ള ഉത്തരവും സർക്കാർ പിൻവലിച്ചു. ഓണറേറിയം വർധിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാനത്തിനില്ല എന്ന സർക്കാരിന്റെ മുൻ നിലപാട് തിരുത്തി, 1000 രൂപയെങ്കിലും വർധിപ്പിച്ചത് ഞങ്ങളുടെ 266 ദിവസത്തെ പോരാട്ടത്തിന്റെ വിജയമാണ്. എങ്കിലും, ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരും. KAHWA സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു പറഞ്ഞു. പോരാട്ടം തുടരുന്നു. പ്രധാന ആവശ്യങ്ങളായ 21,000 രൂപ ഓണറേറിയവും 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യവും നേടിയെടുക്കാനായി പ്രാദേശിക തലത്തിൽ ശക്തമായ പ്രചാരണ പരിപാടികൾ നടത്തും. സമരത്തിന്റെ 1-ാം വാർഷിക ദിനമായ 2026 ഫെബ്രുവരി 10 സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും ഒരു മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനും സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് സിറ്റി തിരുവനന്തപുരം.